സന്ദീപ്, സുപ്രീം കോടതി നിരീക്ഷണത്തിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ വരികയാണല്ലോ. ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ എന്താണ് പ്രദേശവാസികളുടെ ഉൾപ്പെടെ പ്രതികരണം? വിനീത വേണു, തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ മുല്ലപ്പെരിയാർ സമരസമിതിയും ഒപ്പം തന്നെ പെരിയാർ തീരദേശവാസികളുമെല്ലാം ഉന്നയിക്കുന്ന ആശങ്കകൾ, ആ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഈ ഒരു നിരീക്ഷണത്തെ, സുപ്രീം കോടതിയുടെ ഈ ഒരു നിരീക്ഷണത്തെ പൂർണ്ണമായിട്ടും തള്ളിയിട്ടുള്ളത്. ഈ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത് എന്നാണ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും കേരളത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന മേൽനോട്ട സമിതിയിൽ നിന്ന് കേരളത്തിന് ഒരു ഘട്ടത്തിൽ പോലും നീതി ലഭിച്ചിട്ടില്ല. തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളായിരുന്നു ഈ സുപ്രീം കോടതി നിയോഗിച്ചിരുന്ന മേൽനോട്ട സമിതി നടത്തി വന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലേക്ക് എത്തുമ്പോൾ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുകയും ഒപ്പം തന്നെ പുതിയ ഡാം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും പഠിക്കാതെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡീൻ കുര്യാക്കോസ് MP അടക്കം വ്യക്തമാക്കുന്നത്. വിനീത വേണു. ശരി, സന്ദീപ് രാജാക്കാട്, ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്.